സമയത്ത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മളെപ്പോഴും ISRO എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ അതൊരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കാണുകയും അത് വളരെ വലിയൊരു ഒരു ഒരു അച്ചീവ്മെൻ്റാണ് നമ്മൾ പറയുമ്പോഴും ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യം നമ്മൾ എത്ര പേര് ചിന്തിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് അത്ര നന്നായിട്ട് അറിയില്ല. ISRO ഇല്ലെങ്കിൽ നമ്മൾ മിക്കവാറും ജീവിതമില്ല എന്നുള്ളതാണ് തമാശ. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സ്പർശത്തിലും ISRO ഉണ്ട്, ഓരോ കാര്യത്തിലും. ഇവിടെ ഇപ്പോൾ ഞാൻ കണ്ടമാനം ഫോണുകൾ കാണുന്നു. ഇത് മുഴുവൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ISROന്റെ കൺസ്റ്റലേഷൻ ഓഫ് സാറ്റലൈറ്റ്സ് കാരണമാണ്. കാരണം ISROന്റെ കയ്യിൽ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ സോമനാഥൻ എന്നെ തിരുത്താം. ഞാൻ മനസ്സിലാക്കുന്നത് ഇറ്റ് ഇസ് ദി ലാർജസ്റ്റ് കൺസ്റ്റലേഷൻ ഓഫ് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ് ISRO എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് തന്നെയാണ്. ഞാൻ വളരെ പ്രൗഡുമാണ്, ഐ ആം എ പ്രൗഡ് ഇന്ത്യൻ. അപ്പോൾ ഈ ISRO എന്ന് നമ്മൾ പറയുന്നത് അത് ശരിക്കും പറഞ്ഞ ഒരു നേഷൻ ബിൽഡറാണ്. നേഷൻ ബിൽഡർ. കാരണം നമ്മൾ ISROന്റെ ഒരു ആക്ടിവിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ റിസർച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ റിസർച്ച് ചെയ്ത് പറയുന്നതല്ല, നമ്മൾ വായിക്കുന്നതും എല്ലാം കേട്ട് പറയുന്നതാണ്. അപ്പോൾ എല്ലാം ശരിയാവണമെന്നില്ല. പക്ഷേ ISROന്റെ നമ്മളൊരു മേഖല നോക്കി കഴിയുകയാണെങ്കിൽ അവർ ടച്ച് ചെയ്യാത്ത യാതൊരു ഫീൽഡും ഉണ്ടാവും. അതാണ് ഈ സ്പേസിന് നമ്മുടെ ലൈഫിലുള്ള ഒരു വലിയ ഒരു ഇമ്പോർട്ടൻസ്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് 1969 അത് 59 മറ്റോ തോന്നുന്നു ഒരു ഷർട്ടും പാൻറ്റും ഇട്ടിട്ടുണ്ടാവുള്ളൂ. വേറെ കാര്യമായിട്ട് ഒരു വലിയതൊന്നും ഉണ്ടാവില്ല. മോസ്റ്റ് ഓഫ് ദം ആർ സ്ലീപ്പി. ഞാൻ ആ ചന്ദ്രയാൻ കഴിഞ്ഞാന്ന് ഞാൻ പറഞ്ഞു, ഞാൻ കോടതിയിലിരിക്കുമ്പോഴാണ് ചന്ദ്രയാൻ്റെ ന്യൂസ് അന്ന് 5:30 മണിക്കോ 6:30 മണിക്കോ മറ്റോ വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അക്ഷരപരമായിട്ട് വന്ന് അതിൻ്റെ വിഷ്വൽസ് കാണുന്ന സമയത്ത് സോമനാഥനായാലും ബാക്കിയുള്ള ആൾക്കാരായാലും ഇവർക്കൊന്നും കണ്ണിൽ കണ്ടാൽ അറിയാം, ആരും ഉറങ്ങിയിട്ട് പോലും ഇല്ല. എത്ര പോസിബിളി 3 or 4 or 5 days ആയി. ആ ഒരു ത്രിൽ എന്ന് പറയുന്നത് അതൊരു ഒരു ഇന്ത്യക്ക് തന്നിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു ഭയങ്കരമായ യൂഫോറിയ. അത് ശരിക്കും നമുക്ക് ആലോചിച്ചാൽ നമുക്കത് അതിൻ്റെ അൺലിമിറ്റഡ് ആണ്, അത് ലിമിറ്റ്ലെസ് എന്ന് പറയുന്നത് പോലെയാണ്. അതുകൊണ്ട് ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ISRO എന്ന് പറയുന്നത്. 75 ആര്യഭട്ട വിട്ട സമയത്ത് ഐ വാസ് എ വെരി യങ് ബോയ്. ഐ വാസ് ജസ്റ്റ് അബൌട്ട് 7 years old. ബട്ട് ഐ റിമെമ്പർ ഐ വാസ് അറ്റ് ഹോം. അന്ന് ഇവർ സംസാരിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. 1980 SLB-3 നമ്മൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇന്ത്യ ലോകത്തിൽ തന്നെ 7ാമത്തെ രാജ്യമായി മാറുകയാണ് ഓർബിറ്റൽ ലോഞ്ചസിന് വേണ്ടിയിട്ട്. ഇന്ന് ചന്ദ്രയാൻ കഴിഞ്ഞ മെയില് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അല്ല, ആ സിംഗിൾ പീസ് 3D പ്രിന്റഡ് നോൺ ക്രയോജനിക് എൻജിൻ വെച്ചിട്ട് പോയത് അഗ്നിബാൺ. അത് നമ്മൾ ചിലപ്പോൾ നമ്മൾ ആരും അധികം നോക്കിയിട്ടുണ്ടാവില്ല. ബട്ട് ഐ എം എ പേഴ്സൺ ഹു ഇസ് വെരി ഇൻട്രസ്റ്റഡ്. അതും ഞാനത് വാച്ച് ചെയ്യാറുണ്ട്. അത് ഒരു വലിയ ഒരു മൈൽ സ്റ്റോണാണ്. ഇത് നമ്മൾ ഈ സംസാരിക്കുന്നത് പോലെ നമ്മളിപ്പോൾ ISRO എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുള്ള അലുംനായി. ഓ വെരി വെൽ, ഐ എം ഷുവർ ദ പ്രൗഡ് അലുംനായി ഓഫ് TKM കോളേജ്. Congratulations to all of you. Congratulations to the school, to the college, wherever he studied. It's a great footprint that he has left behind. ഏതായാലും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതും ഐ തിങ്ക് മൈ ടൈം ഇസ് എനിക്ക് വേണ്ടി വെച്ച സമയം കഴിഞ്ഞതുകൊണ്ട് I leave this inaugurated. I declare that this award is inaugurated. ഇന്ന് മിസ്റ്റർ സോമനാഥന് ഇതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. അദ്ദേഹത്തിന് അറിയാമത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ടീച്ചറും ഫിലോസഫറും തിങ്കറുമായ സാനുമാഷിലിന്റെ പേരിൽ സാനുമാഷിലിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അതൊരു അൺലിമിറ്റഡ് ഭാഗ്യമാണ്. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ സോമനാഥനെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് I declare this inaugurated. Thank you so much. Alumni. Oh yeah, very well. I'm sure the proud alumni of TKM College. Congratulations to all of you. Congratulations to the school, to the college, wherever he studied. It's a great footprint that he has left behind. ഏതായാലും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതും ഐ തിങ്ക് മൈ ടൈം ഇസ് എനിക്ക് വേണ്ടി വെച്ച സമയം കഴിഞ്ഞതുകൊണ്ട് I leave this inaugurated. I declare that this award is inaugurated. ഇന്ന് മിസ്റ്റർ സോമനാഥന് ഇതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. അദ്ദേഹത്തിന് അറിയാമത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ടീച്ചറും ഫിലോസഫറും തിങ്കറുമായ സാനുമാഷിലിന്റെ പേരിൽ സാനുമാഷിലിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അതൊരു അൺലിമിറ്റഡ് ഭാഗ്യമാണ്. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ സോമനാഥനെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് ഐ ഡിക്ലെയർ ദിസ് ഇനാഗുറേറ്റഡ്. താങ്ക് യു സോ മച്ച്. വ്യക്തിത്വവും സാത്വിക സാന്നിധ്യവുമായ ഞാൻ വാക്കുകൾ അതിശോക്തി കലർത്താതെ പറയുകയാണ്. ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനാണ് ഇവിടെ പുരസ്കാരം സ്വീകരിക്കുന്നത്. ബഹിരാകാശ ശാസ്ത്ര പ്രായോഗിക വൈഭവവും ജ്ഞാനവും പരമാവധി നേടി ഭാരതത്തിൻ്റെ അഭിമാനമായി ശോഭിക്കുന്ന വളരെ കുറവാണ് ശ്രീ ഡോക്ടർ സോമനാഥൻ ഇവിടെ ഇരിക്കുന്നത്.
ശ്രീ പ്രൊഫസർ തോമസ് പിള്ളേരിനറിയാം, ചുള പിള്ളേരിനറിയാം എന്ന് ചോദിക്കും. ഞാൻ ദിവസേന വരുന്നതാണ്. ഈ ചാവറ കർച്ചക പറയുന്നത് 50 കൊല്ലത്തിന് മുമ്പ് ആരംഭിച്ച ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. അതിൻ്റെ പേരിൽ സ്ഥാപിച്ചു ചാവറയച്ചൻ ആണ് പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം സന്യാസ ജീവിതമായി. അദ്ദേഹം സന്യാസിയായത് മറ്റൊരു ജീവിതവും അദ്ദേഹത്തിന് സ്വീകാര്യമല്ല എന്നതുകൊണ്ട് കവിയെപ്പോലെ നമസ്കാരം. പ്രത്യേകിച്ചും ശ്രീ സാനുമാഷ് നമ്മുടെ ഇന്ന് ഈ അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, അതുപോലെ ഫൗണ്ടേഷൻ്റെ പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രൻ, ചാവറ സൊസൈറ്റിയുടെ ബോർഡ് മെമ്പർമാർ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഒരിക്കൽ കൂടി. ഇത് ഗുരുപ്രസാദ പുരസ്കാരമാണ്. അപ്പോൾ ആ ഗുരുപ്രസാദം നേടിയ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ അങ്ങേയറ്റം സാനുമാഷിന് നന്ദി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ടിട്ടുണ്ട്. മാത്രമല്ല, എന്നെ ഈ അവാർഡിന് വേണ്ടി തിരഞ്ഞെടുത്ത കമ്മിറ്റിക്കും ഈ അവസരത്തിൽ ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഇന്നെനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ആ സന്തോഷം വരാനുള്ള കാര്യം ഞാൻ കഴിഞ്ഞുപോയ 3 വിദ്യാലയങ്ങളിലെ എൻ്റെ സഹപാഠികളും ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അത് ഞാൻ പഠിച്ച സെൻറ്റ് അഗസ്റ്റിൻ സ്കൂളിലെ 10ാം ക്ലാസ് പഠിച്ച സ്കൂളിൽ എൻ്റെ ഒപ്പം പല വർഷങ്ങൾ പഠിച്ചവർ ഇവിടെ ഉണ്ട്. ഞാൻ പിന്നീട് മഹാരാജാസിൽ വന്ന് എൻ്റെ പ്രീ ഡിഗ്രി കാലം പഠിച്ച അന്ന് ഉള്ള സഹപാഠികൾ ഇവിടെ ഉണ്ട്.